തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ സമരത്തിലേക്ക്. നിങ്ങൾ ഒരു സത്യാഗ്രഹം ഇരിക്കും പോലെ ഇരിക്കുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സാർ, ഇവിടെ എന്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള കാരണം എന്താണ്? ഇതൊരു സത്യാഗ്രഹം തന്നെയാണ്. ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ അധ്യാപകരാണ്. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ചുരുക്കി പറഞ്ഞാൽ KGMCTA എന്ന മെഡിക്കൽ അധ്യാപകരുടെ രജിസ്റ്റേർഡ് സംഘടനയാണ്. താങ്കൾ ചോദിച്ചതുപോലെ ഇതൊരു നിരാഹാര സത്യാഗ്രഹമാണ്. ഇന്ന് 3 പേർ, ഡോക്ടർ രാധിക, ഡോക്ടർ ചിത്തിര, ഡോക്ടർ സുനീജയാണ് ഇന്നത്തെ ടേണിലിരിക്കുന്നത്. ഇത് തുടർന്ന് വരികയാണ്. ഇത് 7ാമത്തെ ദിവസമാണ് ഇന്ന് സത്യാഗ്രഹം. ചില കാരണങ്ങളുടെ പേരിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി തെരുവിൽ നിരാഹാരം ഇരിക്കേണ്ടി വന്നിട്ടുള്ളത്. ആദ്യമായി ഞങ്ങൾക്കൊരു ശമ്പള പരിഷ്കരണം വരേണ്ടിയിരുന്നത് 2016-ലാണ്. അത് പ്രാബല്യത്തിൽ വന്നപ്പോൾ 2020 അവസാനം അല്ലെങ്കിൽ 2021 കടന്നിരുന്നു. ആ ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശിക ആർക്കും ഇതുവരെ അനുവദിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ തരം ജീവനക്കാർക്കും ഇത് നൽകിയപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം ആരോഗ്യ പരിതസ്ഥിതിയെ ഉയർത്തിപ്പിടിച്ച മെഡിക്കൽ കോളേജ് അധ്യാപകർക്ക്, നിപ്പയും കോവിഡും മറ്റും നേരിട്ട മെഡിക്കൽ കോളേജ് അധ്യാപകരെ തീരെ അവഗണിക്കാനുണ്ടായത്. കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞങ്ങൾ പലതവണ സർക്കാരിനെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ 8 മാസമായിട്ട് ചെറിയ സമരമുറകളിലായിരുന്നു. എന്നിട്ടും പരിഗണിച്ചില്ല, ചർച്ചകൾ നടത്തിയില്ല. ഫയലുകൾ പലതും പോയെങ്കിലും അതൊന്നും മുന്നോട്ട് പോയില്ല. അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു വിഷയം കൂടെയുണ്ട്. യുവ അധ്യാപകർ എൻട്രി കേഡറിൽ അവർക്ക് പരിഷ്കരണം വന്നപ്പോൾ ശമ്പളം കുറഞ്ഞുപോയി. അതെവിടെയും കേൾക്കാത്തതാണ്, വിചിത്രമാണ്. അതും ഇവിടെ സംഭവിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ പലതവണ സെക്രട്ടേറിയറ്റ് കയറിയിറങ്ങിയെങ്കിലും അനുഭാവപൂർണ്ണമായൊരു പരിഗണന പോലും ഉണ്ടായില്ല. ഈ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ 3ാമത്തെയും 4ാമത്തെയും അജണ്ടയുണ്ട്. കെട്ടിടങ്ങൾ വരുന്നു, അധ്യാപകരെ പുനർവിന്യസിക്കുന്നു. പുതിയ മെഡിക്കൽ കോളേജിൽ നിന്നും ആവശ്യത്തിന് അധ്യാപകരില്ല. ആരോഗ്യ വകുപ്പും ആരോഗ്യസ്ഥിതിയും കേരളത്തിൽ മെച്ചപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിനനുസരിച്ച് വരണമെങ്കിൽ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കണം, മുന്നോട്ട് പോവുക തന്നെ വേണം. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. ഞങ്ങൾ സൂചന പണിമുടക്ക് പലതവണ നടത്തി, സംസാരിച്ചു, ചർച്ചകൾ നടത്തി. പലപ്പോഴും ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല. അധ്യാപനം കഴിഞ്ഞ 2-2 ആഴ്ചയായിട്ടില്ല. സൂചനയെന്നോണം ഒരു തവണ ഒപ്പി മുടക്കി. ഇന്ന് മുതൽ അനിശ്ചിതകാല ഒപ്പി മുടക്കം ഞങ്ങൾ തുടങ്ങുകയാണ്. ബുദ്ധിമുട്ടാണെന്നറിയാം, വേദനയോട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പക്ഷേ വേറെ നിർവാഹമില്ല. അടുത്ത ആഴ്ചയോടെ ഇലക്റ്റീവ് ശസ്ത്രക്രിയകളും ഞങ്ങൾ നിർത്തുന്നതായിരിക്കും. ഇതെല്ലാം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. വലിയൊരു മീഡിയ കവറേജ് ഉണ്ട്. താങ്കളെ പോലെയുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്ക് പ്രചരണം നൽകുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് ഇനിയും വരേണ്ടിയിരിക്കുന്ന നല്ല യുവ ഡോക്ടർമാർക്ക് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ PSC ലിസ്റ്റിൽ ഈ ഒരു സർവീസിലോട്ട് ആളുകൾ വരുന്നില്ല. അവർക്ക് പ്രൈവറ്റിലാണെങ്കിലും പുറത്തുള്ള രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ നല്ല സാഹചര്യങ്ങളാണുള്ളത്. അങ്ങനെ പോവാതെ ഈ ആരോഗ്യ പരിതസ്ഥിതി സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ സമരത്തിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം. സാർ, ഇവിടെ ഈ മെഡിക്കൽ സംബന്ധമായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ അത്യാധുനിക രീതിയിലുള്ള ചികിത്സകളാണ് നടക്കുന്നതെന്നും ഇവിടെ രോഗികൾക്കൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ പറയുന്നത്. ഡോക്ടേഴ്സിനൊക്കെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ പറയുന്നു അത് അങ്ങനെയല്ല, മുൻ ബാലൻസ് കിടക്കുന്നു എന്ന്. ഇതിൽ ആര് പറയുന്നതാണ് ഇപ്പോൾ ശരിയായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? തീർച്ചയായും നമുക്ക് മനസ്സിലാകുന്നത് ഡോക്ടേഴ്സിന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുള്ളൂ, അതനുസരിച്ചായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഈ സമരം ഇനി ഏത് ദിശയിലേക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ജോലി ചെയ്ത കൂലി അല്ലെങ്കിൽ വേതനം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ കണക്കും സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഡോക്ടർമാരുടെ വിഭാഗത്തിനെ മാത്രമാണ് ഇതിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ വിഭാഗത്തെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മൾക്ക് കേന്ദ്ര നിരക്കിലും കേന്ദ്രത്തിൻ്റെ തരത്തിലുമാണ് എപ്പോഴും ഇത് ലഭിക്കുന്നത്. കേരളത്തിന് 2 തവണ ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് ചിലപ്പോൾ 3ാമത്തെ വന്നേക്കുമെന്നുള്ളത് ഇതിരിക്കെയാണ് 2016 കഴിഞ്ഞ ഒരു ശമ്പള പരിഷ്കരണത്തിന് പോലും ഞങ്ങൾക്ക് കുടിശ്ശികയായി നിൽക്കുന്നത്. അപ്പോൾ ഇത് മൃദുവായുള്ള സമീപനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ശക്തമായി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞു, അധ്യാപനം ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞു, 2 ആഴ്ചയായി. OP ബഹിഷ്കരണം ഇന്ന് തുടങ്ങിയാണ്. അനിശ്ചിതകാല OP ബഹിഷ്കരണമാണ്. ഇതിനു മുമ്പ് സൂചന എന്നോണം ആഴ്ചയിൽ ഒരു ദിവസം ചെറിയ തോതിലെല്ലാം നടത്തി. അന്നും ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അതിന് കൃത്യമായൊരു മുന്നോട്ടുള്ളൊരു ദിശയിലേക്ക് നയിക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ OP ബഹിഷ്കരണം കേരളത്തിലെ 13 മെഡിക്കൽ കോളേജിലെ എല്ലാ വിഭാഗത്തിലും തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ ഇലക്റ്റീവ് സർജറീസ് അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന ശസ്ത്രക്രിയകളും നിർത്തപ്പെടുകയാണ്. ഇതൊരു തീവ്രമായ ഘട്ടത്തിലോട്ട് കടക്കാതിരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെങ്കിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച്
ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നൊരൊറ്റ സൊല്യൂഷൻ മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. ഇത് ഇവിടെ ആരെങ്കിലും മന്ത്രിമാരോ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ സമര പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ മെഡിക്കൽ കോളേജിന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അത് ഈ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലും നിങ്ങളെ സന്ദർശിച്ചോ? അവിടെ വന്നിരുന്നു? നേരിട്ട് സന്ദർശിച്ചിട്ടില്ല ആരും. ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആരും നേരിട്ട് വരികയൊന്നും ചെയ്തിട്ടില്ല. സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ച ഒരുപക്ഷെ ഇന്ന് നടന്നേക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അനുഭവപൂർണ്ണമായൊരു ഡിസിഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം സമരം നിർത്തുമായിരിക്കും. അതല്ലാതെ ഞങ്ങളുടെ ഒരു അനുനയത്തിനായി ഒരു വ്യക്തിയും ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല. മുൻപ് നമ്മളുടെ പത്രമാധ്യമങ്ങളിലെല്ലാം വളരെ ശക്തമായ രീതിയിൽ വന്നൊരു കാര്യമാണ് സിസ്റ്റം ഫെയിലിയർ എന്നൊരു കാര്യം. അത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഡോക്ടർ ഉന്നയിച്ചാണ് അത് മുന്നോട്ട് വന്നത്. ഈ സിസ്റ്റം ഫെയിലിയർ എന്നുള്ളത് പല പോയിന്റിലുമുണ്ട്. അതെല്ലാമാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളുടെ സാലറിയുടെ കാര്യം മാത്രമല്ല, അത് നേരെ പേഷ്യൻ്റ് കെയറിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും വിദ്യാർത്ഥികളുടെ പഠന പ്രക്രിയയിലേക്കും എല്ലാം കടക്കുന്ന കാര്യങ്ങളാണ്. ഇത് മുന്നോട്ട് പോയാൽ സിസ്റ്റം കൊളാപ്സ് എന്നൊരു ഘട്ടമുണ്ട്. അതായത് പിന്നീട് ഒരിക്കലും അതിനെ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയേക്കും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ പണിമുടക്ക് അല്ലെങ്കിൽ ഈ ഒരു സമര പ്രക്രിയ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും കേരളം എന്നും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കുന്ന ആരോഗ്യ മാതൃകയെ പരീക്ഷിക്കാൻ കൂടിയുള്ളൊരു സമരം കൂടിയാണെന്ന് പറഞ്ഞു. താങ്ക് യു. മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ മാഡം ഉൾപ്പെടെ ഉള്ള ഡോക്ടേഴ്സ് നിരാഹാരങ്ങളായി കിടക്കുകയാണല്ലോ. അതിന് പ്രധാനമായി വഹിക്കുന്നത് മാഡമാണല്ലോ. അപ്പോൾ ഈ നിരാഹാരം കിടക്കാനുള്ള കാരണവും ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും മാഡത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി ഇതിൽ കൂടി ഒന്ന് പറയാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. 2016 മുതലുള്ള ശമ്പള കുടിശ്ശിക കിട്ടാനുണ്ട് എന്നത് അതിനോടൊപ്പം വെച്ച് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുകയും ആവശ്യത്തിന് ഫാക്കൽറ്റികളെ നിയമിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, അതായത് രോഗികളെ നോക്കുവാനോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനോ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കാതെ കെട്ടിടങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മെഡിക്കൽ കോളേജ് തുറക്കുമ്പോൾ നടക്കുന്നത് ഇവിടെ ഓൾറെഡി, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ നടക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ പോലും 5-ൽ ഒരാൾ ഒരു ഡോക്ടർ ഷോർട്ടേജാണ്. ഈ ഷോർട്ടേജിൻ്റെ കാരണങ്ങളിലോട്ട് വരാം. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇവിടെ ഓൾറെഡി ഉള്ള വളരെ ഷോർട്ടേജിൽ അധികമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ച് പേരെയാണ് 6 മാസത്തേക്കോ 3 മാസത്തേക്കോ ആയി ഈ പുതിയ മെഡിക്കൽ കോളേജുകളിൽ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? ഇവിടെ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടുകയും രോഗികൾക്ക് അവർ വിചാരിക്കുന്നത് പോലെ ഡോക്ടർമാരെ കാണാൻ പറ്റാതിരിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ ആവശ്യത്തിന് ടീച്ചർമാരില്ലാതെയൊക്കെ വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതിങ്ങനെ തുടരുമ്പോൾ പോരാത്തതിന് ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലെ ശമ്പളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് പുതിയതായിട്ടുള്ള തലമുറയിൽ ഡോക്ടർമാർ ആരും മെഡിക്കൽ കോളേജിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ PSC ലിസ്റ്റുകൾ എടുത്ത് നോക്കണം. ചില PSC ലിസ്റ്റിൽ ഒരാൾ പോലും PSC ഇൻ്റർവ്യൂവിന് പോലും വരാത്ത സ്ഥിതിയുണ്ട്. PSC ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 10 പേരെ വിളിച്ചാൽ 2 പേര് മാത്രം ജോയിൻ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഈ ജോയിൻ ചെയ്യുന്നവരാകട്ടെ 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മേൽ ജോലിഭാരം കൂടുകയും പുതിയ ഡോക്ടർമാരില്ലാതെയും ആകുന്ന സ്ഥിതിയാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് രോഗി പരിചരണത്തെയും ഉടനെ തന്നെ ഓൾറെഡി ഇത് അഫക്റ്റ് ചെയ്ത് തുടങ്ങി. ഇതിനി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ എല്ലാം തന്നെ താറുമാറാകാൻ അധികം സമയം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളെ രക്ഷപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ട് പൊതുജനം കൂടെ കണക്കാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ആലം വാർത്തയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഡോക്ടർമാർ സമരം നടത്തുന്ന ഈ സമരപന്തലിൽ മുമ്പിലിരുന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഈ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ, ഈ ഡോക്ടർ സമരം ചെയ്യേണ്ട ആവശ്യകതകളൊക്കെ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിനെ തകർത്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അവർക്ക് ഇഷ്ടമുള്ള, ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ഇഷ്ടമുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് രോഗികളെ പറഞ്ഞു പിടിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഹോസ്പിറ്റലുകൾക്ക് നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക്, സാധാരണക്കാർക്ക് ഇവിടെ വരാൻ പറ്റാത്ത ഒരു ഈ മെഡിക്കൽ കോളേജിനെ തകർത്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അവർക്ക് ഇഷ്ടമുള്ള, ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ഇഷ്ടമുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് രോഗികളെ പറഞ്ഞു പിടിക്കുന്നതിന് വേണ്ടിയും സർക്കാർ ഹോസ്പിറ്റലുകൾക്ക് നശിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റുള്ളവർക്ക്, സാധാരണക്കാർക്ക് ഇവിടെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇവിടുത്തെ ഭരണകർത്താക്കൾ ചെയ്യുകയാണെന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഡോക്ടർമാർ ഈ ആവശ്യകതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് വേണ്ടപ്പെട്ട മന്ത്രിയും മറ്റ് നേതാക്കളൊക്കെ ഇത് സഹകരിച്ച് ഇവിടെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് ഈ അവസാനം. ഡോക്ടർമാരുടെ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇത് ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.